അങ്ങനെ അമൃത്സറിലെ നമ്മുടെ സെക്കൻഡ് ഡേ ഇവിടെ ആരംഭിക്കുകയാണ്. തലേ ദിവസം വളരെ ലേറ്റായി കിടന്നതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ വൈകി. അതുകൊണ്ട് ബ്രഞ്ചിന് പറ്റിയ നല്ലൊരു ധാബയാണ് ഞങ്ങൾ അന്വേഷിച്ചത്. അമൃത്സറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ധാബ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങൾ ബ്രദേഴ്സ് ധാബയിൽ എത്തി. നല്ലൊരു ആംബിയൻസിൽ നല്ല വെറൈറ്റി പഞ്ചാബി ക്വിസീൻ എൻജോയ് ചെയ്തു. അമൃത്സറിൽ വന്നാൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഫുഡാണ് അമൃത്സരി കുൽച്ച, ലസ്സി ആൻഡ് ഫിർനി. ഫിർനി ഒരു റൈസ് പുഡിംഗ് ആണ്. അതിൽ ഷുഗർ, മിൽക്ക്, കാഡമം, പിസ്ത, ആൽമണ്ട്സ് ഒക്കെ ഇട്ട് ഒരു ക്ലേ പോട്ടിലാണ് തരുന്നത്. ഫിർനിക്ക് ഒരു സോഫ്റ്റ് ആൻഡ് മഷി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരുന്നു. അമൃത്സരി കുൽച്ചയുടെയൊക്കെ ആ ഒരു പ്രസന്റേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. കുൽച്ചയിലും ലസ്സിയിലുമൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നല്ല ഒരു കഫേയുടെ ആംബിയൻസ് ആയിരുന്നു ഈ ധാബയ്ക്ക്. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഇവിടെ വരുമെന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. ഈ ധാബയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് പാർട്ടീഷൻ മ്യൂസിയം, ജാലിയൻ വാലാബാഗ് ആൻഡ് ഗോൾഡൻ ടെമ്പിൾ ഒക്കെ ഉള്ളത്. പാർട്ടീഷൻ മ്യൂസിയം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. 1947 ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ ടൈമിൽ ഇവിടുത്തെ സിറ്റിസൺസ് എത്രമാത്രം സഫർ ചെയ്തു എന്ന് ഇവിടുത്തെ ഫോട്ടോസ്, ഡോക്യുമെന്റ്സ്, പേപ്പേഴ്സ്, ഓഡിയോ, വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും. പാർട്ടീഷന് ശേഷം പല ഫാമിലീസും സെപ്പറേറ്റ് ആയപ്പോൾ അവരുടെ ഫാമിലീസിലുള്ള മാരേജിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം മൂലമുള്ള ലെറ്റേഴ്സും എല്ലാം ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെ ട്രഡീഷണൽ ഡ്രസ്സസ്, യൂട്ടൻസിൽസ്, ബിൽഡിംഗ് മോഡൽസ് എല്ലാം അവർ പ്രിസർവ് ചെയ്തിരിക്കുന്നു. മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. പാർട്ടീഷൻ മ്യൂസിയത്തിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നത് നല്ല ഒരു വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. ഈ സ്ട്രീറ്റിന്റെ എൻഡിൽ തന്നെയാണ് ജാലിയൻ വാലാബാഗ് ഉള്ളത്. ഇന്ത്യയിലെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ജാലിയൻ വാലാബാഗ്. ഏപ്രിൽ 13 ഏകദേശം 20,000 ആളുകൾ ജാലിയൻ വാലാബാഗിൽ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞ ബ്രിട്ടീഷ് ജനറൽ ഡയർ ഒരു പ്രകോപനവുമില്ലാത്ത ആളുകൾക്ക് നേരെ ബ്രിട്ടീഷ് ആർമിയോട് ഷൂട്ട് ചെയ്യാനായി ആവശ്യപ്പെടുകയായിരുന്നു. ബൈസാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാനും ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റായി പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്താനുമായി എത്തിയ ആളുകൾക്ക് നേരെയാണ് ബ്രിട്ടീഷ് ആർമി ബുള്ളറ്റുകൾ തീരുന്നതുവരെ നിറയൊഴിച്ചത്. ഈ മസാക്രയിൽ ഏകദേശം 1000-ലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അത്ര തന്നെ ആളുകൾ സിവിയറായി ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. ഇതാണ് രക്തസാക്ഷികളുടെ കിണർ. ഏകദേശം 120-ലധികം ഡെഡ് ബോഡീസ് ആണ് ഈ കിണറിൽ മാത്രം ഉണ്ടായിരുന്നത്. ഇവിടെയുള്ള ആർട്ട് ഗാലറീസിൽ ഈ ഡിസാസ്റ്ററിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കിണറിന് ചുറ്റും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ നടുവിലായി രക്തസാക്ഷികളുടെ മെമ്മോറിയലും ഉണ്ട്. ഇതാണ് മാറ്റേഴ്സ് മെമ്മോറിയൽ. ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ കുറച്ച് ഗ്രാനൈറ്റ് സ്റ്റോണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ജാലിയൻ വാലാബാഗ് മസാക്രയിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ പേരും അവർക്കുള്ള ട്രിബ്യൂട്ടുമാണ് ഈ ബ്ലാക്ക് മോണോലിറ്റ്സിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കുമ്പോഴാണ് മെമ്മോറിയലിന്റെ ഒരു സൈഡിൽ ഒരു വാളിൽ കുറെ വൈറ്റ് ബോർഡർഡ് സ്ക്വയേഴ്സ് കണ്ടത്. അന്വേഷിച്ചപ്പോഴാണ് 1919 നടന്ന ഷൂട്ടിങ്ങിൽ തറച്ച ബുള്ളറ്റ്സും ബുള്ളറ്റ് മാർക്സുമാണ് അതെന്നറിഞ്ഞത്. ഈ ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നല്ലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ്. ആ സ്ട്രീറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്ക്വയറിലേക്കും. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പഞ്ചാബി ജൂത്തീസ്, ഫുൾക്കാരി ദുപ്പട്ടാസ്, കുറച്ച് സോവനിയേഴ്സ് ഒക്കെയാണ് വാങ്ങിച്ചത്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് രാം തീർത്ഥ് ടെമ്പിളിലേക്കാണ്. ശ്രീ വാൽമീകി മഹർഷി ഇവിടെ ഇരുന്നാണ് പുരാണ ഗ്രന്ഥമായ രാമായണം രചിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെയാണ് മാതാ സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയത് എന്നും വിശ്വസിച്ചു പോരുന്നു. വളരെ മനോഹരവും ശാന്തവുമായ ഒരു ക്ഷേത്രം. ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് സമയം പോയതേ അറിഞ്ഞില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.